അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫാദ ഹദീസ് ക്ലാസ് 117. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് തന്റെ ഏറ്റവും വലിയ അനുഗ്രഹ സ്വാലിഹീങ്ങളായ മക്ക, ആ മക്ക സ്വാലിഹീങ്ങളാവുക ചെറുപ്പത്തിലെ ധാരാളം ശ്രദ്ധ മാതാപിതാക്കൾ ഉമ്മ അബ്ബ ആക്കിക്കൊണ്ട് വേണുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലുള്ള മക്കൾ ഖുർആൻ പഠിപ്പാട്ടുന്നു, ഹദീസ് പഠിപ്പാട്ടുന്നു. മക്കൾ ഖുർആൻ പഠിപ്പാട്ടിയാണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ ചൊല്ലു, മൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീഹി ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ. ഒരാൾ ഖുർആൻ പഠിച്ചിട്ട് ഖുർആൻ കൊണ്ട് അമൽ ചെയ്തിട്ട് എങ്കിൽ ഈ ഖുർആൻ പഠിച്ച കിടാവുടെ അബ്ബ ഉമ്മക്ക് ഖിയാമത്ത് നാളിൽ നല്ല കിരീട്ട, ആ കിരീട്ടത്തെ പ്രകാശ സൂര്യയുടെ പ്രകാശത്തെക്കാൾ യാറുകൊണ്ടുണ്ടാണ്. അപ്പൊ കേൾക്കുമ്പോ എന്തിന്റെ കാരണം, അതാ നിന്റെ മോൻ ഖുർആൻ പഠിച്ചിട്ട് നീ അതൊക്കെ പഠിപ്പാട്ടില്ലേ. അപ്പൊ മക്ക ഇൽമ പഠിച്ചറിഞ്ഞിട്ടായെങ്കിൽ അതിന്റെ കാരണത്തില് ആഖിറത്തിൽ അബ്ബ ഉമ്മക്ക് വലിയ പദവി കിട്ടുന്നുണ്ട് വരെ ഇമാം അബൂദാവൂദ് റിപ്പോർട്ടാക്കിയ ഹദീസിൽ നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. അപ്പൊ അത് കിട്ടണമെന്നുണ്ടായെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് അധ്വാനിക്കണം, അബ്ബ ഉമ്മ ചെമ്മ അധ്വാനിക്കണം അവിടെ. എങ്കിൽ ആ മക്കളെ കൊണ്ട് നമുക്ക് വലിയ ഗുണം കിട്ടുക സാധ്യം. മറിച്ചൽ പിന്നും ആ മക്ക ഞങ്ങളെ സ്മരിക്കിടാറ്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുടെ ഉമ്മ മരിച്ചപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്ന് ചൊല്ലി, ഇന്ന ഉമ്മ സഅദിൻ മാതത്, നബിയെ സഅദിന്റെ ഉമ്മ മരിച്ചു പോയി റളിയല്ലാഹു അൻഹു. ഫഅയ്യു സ്വദഖത്തി അഫ്ളൽ, ഞാൻ ഏത് നല്ല സ്വതക്ക കൊടുക്കണം. അപ്പൊ ഈ ചിന്താഗതി മക്കൾക്ക് പറഞ്ഞുണ്ടായെങ്കിൽ ആ മക്കളെ ആ തെരുള് വളർത്തിയെങ്കിൽ മാത്ര അബ്ബ ഉമ്മ മരിച്ചപ്പോ മക്കൾക്ക് ഈ ചിന്താഗതി വരും. അല്ലെങ്കിൽ പോവട്ടിലപ്പറാണ് ചെന്നിട്ട് വിട്ടുവിടാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന അൽമാ, നിന്റെ ഉമ്മയുടെ പേരിൽ നീ തണ്ണി കൊടു. ഖാല ഫഹഫറ ബിറൻ, മരിച്ചങ്ങളെ പേരിൽ എന്തും കൊടുക്കൂ തീരാണ്ടല്ല ചെല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലെ കൊടുക്കണു സ്വതക്കാക്കണു, നീ ഒരു കിണ എടുത്തിട്ട് വഖാല ഹാദിഹി ലി ഉമ്മി സഅദ്, നിങ്ങൾ ചൊല്ലറു ഇത് സഅദിന്റെ ഉമ്മക്ക് പേനായിട്ട് വഖഫ് ചെന്നെങ്കിൽ സഅദിന്റെ ഉമ്മ കുടിക്കുക പേനായിട്ടല്ല ഇതന്നി. ഒരാഴ്ച മൊഹീദ്ദീൻ ഷെയ്ഖ് പേനായിട്ട് കോഴി വിട്ടും കുറെ തമാശാക്കിടുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖ് വന്ന് തിന്നറാണ്. മൊഹീദ്ദീൻ ഷെയ്ഖ് മരിച്ചിട്ടില്ലേ, വഫാത്തായിട്ടില്ലേ, അയാൾക്ക് അങ്ങനെ കോഴി വിടുറേണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നല്ലേ ഇത് സഅദിന്റെ ഉമ്മകൻ, സഅദിന്റെ ഉമ്മ വന്ന് കുടിക്കട ഈ തന്നി കിണത്തെ. ಅದರರ್ಥ ಈ ಕೆಂತರ ತನ್ನಿ ಬಾಕಿ ಆಳ್ಮಾರು ಕುಡಿಕೋಣ ಹಯಾತ್ರುಳ್ಳ ಅದರ ಬರಕತ್ತುം ಅದರ ಪ್ರತಿಫಲ ಈ ഉമ്മക്ക് കിട്ടിയോണ്ട് വേണം. അതാണ് മൊഹീദ്ദീൻ ഷെയ്ഖ് കോലിന്ന് ചൊന്നെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ കോലി അത് തിന്നര ആൾമാർ ಬೇರಾയിട്ടിക്കും. മൂപ്പര പേരിൽ സ്വതക്കാക്കടെ ಅದರ ಪ್ರತಿಫಲ മൂപ്പർക്ക് ഇങ്ങനെ കിട്ടിയോണ്ടിക്കട്, നങ്കും കിട്ടിയോണ്ടിക്കട്. അത് അർത്ഥാക്കോ സാധ്യ ഇല്ലാത്ത ആൾമാരാണ്, ഇത് കളിയാക്കിയോണ്ടിക്കട്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലൂടെ നീ ഇത് സഅദിന്റെ ഉമ്മക്ക് ചൊല്ലു. ഏതായാലും ഇക്കട്ട് സഅദ് റളിയല്ലാഹു അൻഹു ചൊല്ലുടെ ആ മോണു ഉമ്മ മരിച്ചപ്പ ഉമ്മക്ക് പേനായിട്ട് എന്തൊരു കൊടുക്കണമെന്ന് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട് വന്ന് കേടുത്ത് ആ ഉമ്മ മോന്റെ അത്രയും നല്ല ശ്രദ്ധല് വളർത്തിയത് കൊണ്ട് മക്കളെ കൊണ്ട് ഈ ഉമ്മമാർക്ക് ബാപ്പമാർക്ക് വലിയ ഗുണ പിൽക്കാലത്ത് അങ്ങ് മരിച്ചു പോയെങ്കിൽ കിട്ടിയോണ്ടിക്കുന്നുണ്ടാണ്. അബൂദുജാന റളിയല്ലാഹു അൻഹു ചൊല്ലുടെ ഒരു സ്വഹാബിയുടെ സംഭവ മഹാന്മാർ വിശദീകരിക്കാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിലാണ് അബൂദുജാന ചൊല്ലുടെ സ്വഹാബി, അയാൾ സുബഹി നിസ്കരിച്ച ഉടനെ ദുആത്തുവെന്തും നിക്കാണ്ട് പെട്ടെന്ന് അയാൾ ഇങ്ങനെ പോയോണ്ടിരുത്ത് തിരിച്ച് നിസ്കരിച്ച പാടഞ്ചിട്ട് പോണ്ട്. അങ്ങനെ ഓർന്നാൽ ഇതെപ്പം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് കേട്ട് അലൈസലക ഇലല്ലാഹി ഹാജ, നിക്ക് അള്ളാഹുടൊട്ട് എന്നും കേൾക്കുകയില്ല, എന്ത് നിസ്കരിച്ച പാടെ ഇങ്ങനെ എണിച്ചിട്ട് പോണ്ടേൻ. അപ്പൊ അയാൾ ചൊല്ലു ലീ ഉദുറുൻ യാ റസൂലല്ലാഹ്, നബി എനക്ക് ഉദുറുണ്ട്. അപ്പൊ കേൾക്കു നിന്റെ ഉദുരെന്തരേ. അയാൾ ചൊല്ലു ഇന്ന ദാരി മുലാസിഖത്തുൻ ലിദാരി റജുലിൻ വഫീ ദാരിഹി നഖ്ലത്തുൻ വഹിയ മുശ്രിഫത്തുൻ അലാ ദാരി, നബിയെ നന്റെ ആവവും പിന്നൊരാളാവോ മുട്ട പിന്നൊരാൾ ഔത്ത ജാലില് നല്ലൊരു ഈത്തപ്പഴ മരമുണ്ട്. ആ ഈത്തപ്പഴ മരം നന്റെ ജാലിಗೆ ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാത്തു വന്നെങ്കിൽ ജാവു ഈത്തപ്പഴ നന്റെ ഔത്തര ജാലിಗೆ ഇങ്ങനെ ബുള്ളു. സുബൈക്ക് എഞ്ചവാടെ നന്റെ മക്ക ഓടിപ്പോയിട്ട് അതിലെടുത്ത് തിന്നറാറ്. കാരണം അങ്ങ് തിന്നാട് ചെമ്മ നാളായിട്ട് ഇക്കിട് അങ്ങ് തിന്നുക എന്നും ഇക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇത് സൈക്കോ തീരാണ്ട് വിശപ്പ് സൈക്കോ തീരാണ്ട് എന്താക്കിടാറെന്ന് ചൊന്നെങ്കിൽ നന്റെ മക്ക അതിരെ പോയി തിന്നറാറ് നബിയെ. അതിരെ പേടിച്ചിട്ടാണ് ഹറാമായ ഒരു ഈത്തപ്പഴ നന്റെതല്ലത് അപ്പുറത്തൗത്ത ആളത് അയാളൊട്ടി കേൾക്കാണ്ട് നന്റെ മക്ക അത് തിന്നു പോവാറെന്ന് ചൊന്നെ പേടിച്ചിട്ടാണ് അങ്ങ് തിന്നുക തീറ അങ്ങ് എനിക്കാട്ടി മുന്നിൽ നാ ഓടിയോണ്ട് പോണ്ടേ പോയിട്ട് അവിടെ നന്റെ ജാലിൽ പോകുന്ന എനിക്ക് ഈത്തപ്പഴത്തെല്ലാം ഞാൻ കൂട്ടിയിട്ട് അപ്പുറത്തെ ആളവ് തൂന്നാക്കൊണ്ടിട്ട് കൊടുക്കടെ. ഈ സ്വരണാണ് ഇപ്പോൾ ആക്കടെ. അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു നാൾ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനിങ്ങനെ പോകുമ്പോ നിസ്കരിച്ച പാടെ ഇങ്ങനെ ഓടിയോണ്ട് പോകുമ്പോ നന്റെ ഒരു മോൺ എണിച്ചിട്ട് മോനുക്ക് സൈക്കോ തീരില്ല വിശപ്പ് കൊണ്ട്. അങ്ങനെ മോന് ಬೇಗ പോയിട്ട് ആ ഈത്തപ്പഴത്തെ ബായി ഇങ്ങനെ വെച്ചിട്ട് തിന്നിട്ടാകുമ്പോ ഞാൻ എന്താക്കിയ ചെന്ന നബിയെ നന്റെ ബെർല് മോന്റെ ബായിക്ക് ഇട്ടിട്ട് അതിൽ ഞാൻ പുറത്തെടുത്ത നബിയെ. എന്നിട്ട് നാ ചൊന്ന യാ ബുനയ്യ ലാ തഫ്ളഹ് അബാക ഫിൽ ആഖിറ, ഈ ഒരു ബാപ്പയുടെ ചിന്ത നിങ്ങൾ നോക്കൂ സുബ്ഹാനല്ലാഹ്. പയിച്ചിട്ട് മക്കൾക്ക് എന്തും സാധ്യ ഇല്ലാണ്ടപ്പ
ബാപ്പ പോണ്ട എപ്പോഴും ബാപ്പ ശ്രദ്ധിക്കടി. ഒരു നാള് ബാപ്പ പോണ്ടാട്ടി മുന്നിൽ ഓടി വന്നിരിക്കടാവ് തിണ്ടപ്പ ബായുടെ ഉള്ളിൽ കൈയിട്ടിട്ട് ബാപ്പ എന്താക്കിയത് അത് പുറത്തെടുത്തിട്ട് എന്നിട്ട് അബൂ ദുജാന റളിയല്ലാഹു അൻഹു ചൊല്ല ബാപ്പ മോണ്ടട്ടി ചൊല്ലെ ലാ തഫ്ലഹ് അബാക ഫിൽ ആഖിറ, ഓ നിന്റെ പ്രിയപ്പെട്ട മോനെ, നിന്റെ ആഖിറത്തിൽ നിന്റെ അബ്ബനെ നീ ഫലിഹത്താക്കുക തീറ. നിന്റെ അബ്ബ നീ ഈ ഹറാമുടെ തിന്നെങ്ക് നിന്റെ ബാപ്പ നാളെ ആഖിറത്തിൽ ഫലിഹത്താവും. അതുകൊണ്ട് നിന്റെ ബാപ്പടെ നീ ആഖിറത്തിൽ ഫലിഹത്താക്കുക തീറ. ഫബക്ക, പക്ഷേ ഇത് ചൊന്നിട്ട് കാര്യമുണ്ട, മോൻ ഉൾപൊട്ടുത്തുലി ഫറത്തി ജൂഇഹി, വിശപ്പ് സഹിക്കുക തീറാണ്ട് മോൻ ഉൾപൊട്ടുകൊണ്ടുണ്ട്. അപ്പോഴാണ് ബാപ്പയാ ഞാൻ ചെന്നെ ലൗ ഖറജത്ത് നഫസുക്, നിന്റെ ആത്മാവ് പോയെങ്കിലും ലമ്മദഇൽ ഹറാമ യദ്ഖുലു ഇലാ ജൗഫിക്. സുബ്ഹാനല്ലാഹ്, നിന്റെ ഉൾഗത്ത് ഒരു ഹറാമ് പോണ്ടെന്നാണ് വിടലെ, ഹറാമ് കടക്കൂ ഞാൻ സമ്മതിക്കലെ. ഒരു മകനെ, ഒരു മോന്റെ, ഒരു കുടുംബത്തെ അബ്ബ വളർത്തിരങ്കത്തെ ഏറ്റവും നല്ല ഒരു രംഗ നിങ്ങൾ നോക്കൂ. ഹറാമുൻ ചൊല്ലത് ഇന്ന് വെറും ഒരു സില്ലിയായി പോയത്. ഒട്ടാര പൈസ എങ്കൈത്ത് അതിൽ തിന്നിട്ട് വളർ ഹറാമായ മാംസം, ഹറാമായ ചോരെങ്ങനെ തടിയിൽ വളർന്നുകൊണ്ടുണ്ട്. ആരാര കട്ട പൈസ, ആരാര മങ്കാക്കി എങ്കെത്ത പൈസ ശമ്പളം കൊടുക്കാണ്ട് കട്ടാക്കിയിട്ട് വെച്ചിട്ട് അതിരെ ഓണ് തിന്നരെ, അതുപോലെ ബഡ്ഡി എടുത്തിട്ട് തിന്നരെ. ഇങ്ങനത്തെ ഹറാമായ പൈസ കൊണ്ട് ആഡംബരവും വെലസരങ്കെത്ത ആൾമാറുള്ളെങ്കെത്ത കാലത്തിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹു തിന്നരെങ്ക എന്താ ചെല്ലത്ത്. ആ അബൂ ദുജാനാണ് ചൊല്ലെ നിൻ മരിച്ചെങ്കും മോശമില്ല, നിന്റെ ബായിക്ക് ഹറാമായ ഒരു പീസ് പോലും പോണുകുന്നാണ് വിടലെ. അങ്ങനത്തെ എത്ര സ്വാലിഹാത്തുകളായ പെണ്ണിങ്ങ ഇന്നാറ് പണ്ട് ഇമാം ഗസാലി എല്ലാം വിശദീകരിക്കട്. ഈ പെണ്ണിങ്ങളെ മാപ്പിളമാർ സ്വർത്തുക്ക് പോകുമ്പോ മാപ്പിളമാരെ കൈപ്പിടിച്ചിട്ട് ഈ പെണ്ണിങ്ങ ചെന്നോണ്ടിന്നാറ്, ഇതാ നിങ്ങൾ ഹറാമായത് എന്തും ഇവിടെ കൊണ്ടുവരണു തീര, കാരണം ഞങ്ങൾ വിശപ്പായെങ്കിൽ സഹിക്കുക, നരക സഹിക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യയില്ല എന്ന് ചൊന്നിട്ട് ചൊല്ലെങ്കത്തെ പെണ്ണിങ്ങ അണ്ടത്തെ കാലത്ത് ഇന്നറുണ്ടാ. ഇന്റെ അങ്ങനത്തെ പെണ്ണിങ്ങ കുറഞ്ഞോണ്ട് വന്നോണ്ടുള്ളാറ്. മാപ്പിളമാർ ഗൾഫിലാ എവിടെ ഇന്നെങ്കിൽ എങ്ങനായെങ്കോ அவங்க എന്തിനമാർ കെട്ടിയെങ്കോ പൈസ ഇപ്പുറം കടത്തണം. ಅವನು ಎತ್ತರ ಕಷ್ಟಪಟ್ಟು ಹೆಂಗನ ನೈಕಡ ಅದೊಂದು ನೋಟ ಇಲ್ಲ. ಟೈಮ್ ಆകുമ്പോ പൈസ എത്തോണേ, പൈസ എത്തില്ല ಅಂತಾಂಗಿ ಅಡಿ ಗಲಾಟಮೆ പ്രശ്നമേ, പിന്നെ മുണ്ടോകില്ല പിടിക്കോകില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥക്ക് എത്തിയോണ്ട് അവന് എവിടെ പൈസ കടത്തിങ്കോ ആരട്ട് കട്ടിട്ട് കടത്തിങ്കോ നക്കൂടെ പൈസ എത്തിട്ടാവണം ടൈമുಗು ಅದ್ರಲ್ಲಿ ನಕ್കൂടെ ಜಲ್ಸ ಹಾಕಿಯೇ ಚೀರು. ഹറാമാവട്ടെ ഹലാൽ, ആ ബോധമേ ചിന്തയില്ലാത്ത ഒരു അവസ്ഥയിൽ ആരെ വളർന്നു വന്നുകൊണ്ടുണ്ട്. അപ്പോഴാണ് മഹാന്മാരെ സംഭവം എല്ലാം ഞങ്ങൾ ബൈക്കോണായി ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാടായിട്ടിരിക്കുന്നത്. അങ്ങനെ എന്തായി ചെന്നെങ്കിൽ ആ ഈത്തപ്പഴത്തെ ನಾನು പുറത്താക്കിയിട്ട് അതിനെ ഞാൻ എന്താക്കിയ നേരെ ആ യഹൂദിരെ അപ്പുറത്ത് ഔത്തുകു ഇങ്ങനെ എടുത്തോണ്ട് പോയ. അപ്പോഴാണ് ഫദമഅത ഐനൻ നബി സല്ലല്ലാഹു കാരുണ്യത്തെ കടലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് കണ്ണിൽ തണ്ണി ഇങ്ങനെ ಬಂತು. എന്നിട്ട് നബി സല്ലല്ലാഹു വല്ലാത്ത ಬೇಜಾರಾಯ್ತು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈത്തപ്പഴം മറത്ത ആളാറ്, നിന്റെ ഔത്തര മുട്ട ഉള്ളಂಕೆ ആളാറിന് കേട്ടത്. അപ്പൊ ബിസയെ കിട്ടിട്ട് തീലലഹു ഫുലാൻ അൽ മുനാഫിക്, അത് ഞങ്ങളെ ജഹത്തിൽപ്പെട്ട ആളിന്റെ നടിക്കിടെ ഒരു മുനാഫിക്കായ ആള് നബിയെ അവണ്ടതാണ് ചെന്തു. അവന്റെ വെളിപ്പാട്ടിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് വെളിപ്പാട്ടിട്ട് അയാളോട്ടിക്ക് ചൊന്തു ബിഇനി തിൽക നഖ്ല അല്ലതി ഫി ദാരിക് ബിഅശറത്തിൻ മിനൻ നഖ്ലി വറൂഖുഹാ മിന الزبرجദിൽ അഖ്ളർ വസാഖുഹാ മിന الذهبിൽ അഹ്മർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു നിന്റെ ഔത്തിലുള്ളെങ്കിൽ ആ ഈത്തപ്പഴത്തെ നക്ക് നീ ബിക്കോണം. ಇದಕ್ಕೆ ಪಗರಾയിട്ട് ഇപ്പൊ ನಾನು പൈസ തണ്ടില്ല, സ്വർഗത്തിൽ നിക്ക് 10 ഈത്തപ്പഴ തണ്ട, 10 ഈത്തപ്പഴത്തെ മര തണ്ട, കർജൂര മര. ಅದಕ್ಕೆ ಪಗರಾയിട്ട് നിക്ക് നീനിപ്പ ആ ഈത്തപ്പഴത്തെ ബിക്കണം. സ്വർഗത്തിൽ തന്റെ ഈത്തപ്പഴ മരത്തെ പ്രത്യേകത എന്തിനു കൊണ്ടുണ്ട്, അതിലെ വേര് വല്ലാത്ത വേരത്, അത് ഗോമേത, അതുപോലെ യാക്കൂത്തും ബംഗാറും അതുകൊണ്ട് നിറഞ്ഞെങ്കത്തെ വേറും കാണ്ട ഉള്ളെങ്കത്തൊരു അത് നമുക്ക് വിശദീകരിക്കാൻ സാധ്യല്ല. അങ്ങനത്തെ വല്ലാത്തൊരു മര, അവിടെ മുട്ട ഹൂർലീങ്ങളുള്ളാറ്, ഞങ്ങളെ സൗന്ദര്യം വിശദീകരിക്കോ സാധ്യയില്ല. അങ്ങനത്തെ 10 മര നിക്കുന്ന ತಂಡ, ನೀನ್ ಇಪ್ಪ ಈ ಮರത്തെ ಬಿಕ್ಕೋನು ಚಂದಪ್ಪ. ಮುನಾಫಿಕ್ ಜಂತು ಮಾ ಅನ ತಾಜಿರುನ್ ಅಬಿಯು ಬಿನಸಿಯ ಲಾ ಅಬಿಯು ಇಲ್ಲ ನಕದನ್ ಲಾ ವಾದನ್ നബിയെ ನಾನು അങ്ങനത്തെ കച്ചവടക്കാരനൊന്നും അല്ല, ഇപ്പമേ ബിക്കടി, ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ റെഡി, അല്ലെങ്കിൽ നാളെ ഇനി സ്വർഗത്തിൽ പൈസ തണ്ട ഈത്തപ്പഴ തണ്ട ചൊന്നെ ಅದಕ್ಕೆ ಬಿಕ್ಕೋನ റെഡി ഇല്ല, ഇപ്പൊ ക്യാഷ് പൈസ ഉണ്ടാ നാ ബിക്കടാൻ ചൊന്നു. അപ്പോഴാണ് ഞങ്ങൾ ഹൈർക്ക് ഓടിയ വണ്ടെങ്കത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസബ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ ചാടി എഞ്ചിട്ട് ചൊന്നു നബിയെ അവനുക്ക് വേണ്ടെങ്കിൽ പോവട്ടെ, ഹിയ ബിഅശറത്തിൻ മിനൻ നഖീലി ഫിൽ മൗദിഇൽ ഫുലാനി. നബിയെ അതേ മുട്ടത്ത് അതിലെ മുട്ടത്തെ 10 ഈത്തപ്പഴ മര ഞാൻ അയാൾ കൊടുക്കടെ, ആ ഈത്തപ്പഴ മര നിക്ക് അയാൾ തരട്ടെ, നിങ്ങക്ക് അയാൾ ആ ഈത്തപ്പഴ മര തരട്ടെ നബിയെ, ഇപ്പൊ ബിക്ക റെഡി, അയാൾക്ക് ഇപ്പൊ റെഡി കാശ് വേണല്ലേ, റെഡി നാ കൊടുക്കൂടെ, ഇതാ നന്റെ 10 ഈത്തപ്പഴ മര അയാൾക്ക് നാ കൊടുത്തോണ്ടുള്ള, അയാൾ ആ ഒരു ഈത്തപ്പഴ മര തന്നെങ്കിൽ മെയ്യ്. വലൈസ ഫിൽ മദീനത്തി മിഥുലു തിൽക്കൻ നഖീൽ, നാനിപ്പ അയാൾ കൊടുക്കൂടെ 10 ഈത്തപ്പഴ മര ഉണ്ടല്ലേ, അതുപോലത്തെ ഒരു ഈത്തപ്പഴ മദീനത്തെ എവിടും കാണുക സാധ്യം. അങ്ങനത്തെ മുന്തിയ 10 ഈത്തപ്പഴ മര കൊടുത്തോണ്ടുള്ള ആ ഒരു മര നിങ്ങക്ക് അയാൾ ബിക്കട്ട്. ഫഫരിഹൽ മുനാഫിക്ക് വലിയ സന്തോഷം ഇത്, കാരണം ഇത് വല്ലാത്തൊരു ലാഭല്ലേ, ഒന്നുകൂടെ ഡബൽ എന്തുവല്ല, ഒന്നുകൂടെ 10 കിട്ടിയോണ്ടുണ്ടല്ലോ. ബീത്തുക്കാൻ ഞാൻ ബിത്ത നബിയൻ നബി തങ്ങ ഓക്കെ ഞാൻ വാങ്ങിയ ചൊന്തു. അങ്ങനെ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ ഈത്തപ്പഴ മരത്തെ അവന്റെ ഈത്തപ്പഴ മരത്തെ എടുത്തിട്ടല്ലേ, ആ എടുത്ത ഈത്തപ്പഴ മരത്തെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ചൊന്തു, അതാ ഇനി നിങ്ങക്കത് ഈത്തപ്പഴ മര നിങ്ങക്ക്.
ഇനി നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ മക്ക ഹറാമ തിന്നറ ഹലാലായിട്ട്. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു 10 മറ അവനും കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് അള്ളാഹുണ്ടോട്ട് ചൊന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ಇದಕ್ಕೆ പകരം ಸ್ವರ್ಗത്തിൽ ನಿಂക്ക് ನಾನು ಈತಪ್ಪಳ ಮರ ತಂಡೆ. ಸಿದ್ದೀಕ್ ರದಿಯಲ್ಲಾಹು വലിയ സന്തോഷായിട്ട്, എല്ലാവർക്കും സന്തോഷം. സിദ്ദീഖ് റളിയല്ലാഹു സന്തോഷായിട്ട്, അബൂ ദുജാന റളിയല്ലാഹു ഈത്തപ്പഴ മര സ്വന്തമായിട്ട് കിട്ടിയിട്ട് അതിലൊട്ടിಗೆ അതിനാട്ടി വലിയൊരു രസമുണ്ട്. ഈ മുനാഫിക്കും വലിയ സന്തോഷമായിട്ട്. കാരണം അവനക്ക് 10 ഈത്തപ്പഴ മര കിട്ടിയിട്ട് ഒന്നു, രണ്ടാമത് ഓണുകൊണ്ട് പെഞ്ഞായിരൊട്ടി പോയി ചെന്ന കദർ അഭിഹിത്തുല്യവർ ഇബുഹൻ അലീമിന്റെ വല്ലാത്തൊരു ലാഭം നക്ക് കിട്ടിയിട്ട്. എന്തിനു വന്നുണ്ട, നന്റെ യൗത്തര ജാലിലുള്ള ഈത്തപ്പഴ മരം ഉണ്ടല്ലേ, അതിനാണ് അപ്പുറത്തവത്തെ അബൂ ദുജാനക്ക് ಬಿತ್ತಪ್ಪ ನಕ್ಕು 10 ಈತಪ್ಪಳ ಮರ ಕಿಟ್ಟಿತ್ತು. ಅದು ಬೆಲ್ಲ ಲಾಭಮೇ. അതിനാട്ടി വലിയ ലാഭം എന്തിനാ കൊണ്ടുണ്ട, ഇപ്പൊ ഞങ്ങ ಬಿತ್ತ ഈത്തപ്പഴ മരം ഉണ്ടല്ലേ, അത് അയാളുടെ ജാലിലല്ലേ ഞങ്ങളെ ജാലിലല്ലേ ഉള്ളേ. അതിൽ ഈത്തപ്പഴം ഞങ്ങൾക്ക് എടുക്കാം ഉണ്ടണ്ട നീന്. ആ മരത്തെ ഈത്തപ്പഴം ഞങ്ങൾക്ക് എടുക്കാം. കാരണം അത് വിത്ര മാത്രല്ലേ, ഇതിൽ ഇളക്കിയിട്ട് അപ്പുറത്ത് അയാളെ ജാലിൽ കൊണ്ടുപോയി വെച്ചിട്ടില്ലല്ലേ, ഞങ്ങളെ ജാലിലെ ഉണ്ടല്ലേ. അതുകൊണ്ട് ആ ഈത്തപ്പഴം ഞങ്ങൾക്ക് തിന്ന. അപ്പൊ ഞങ്ങക്ക് പോണൊന്നായിത്തിപ്പ വലിയ ലാഭം ഞങ്ങക്ക് ഉണ്ട് ചൊന്തു. അങ്ങനെ സുബ്ഹാനല്ലാഹ് അണ്ട് ജാവുക അവൻ ഇറങ്ങി നോക്കുമ്പോ, ഇറങ്ങിട്ട് സുബൈക്ക് എഞ്ചി നോക്കുമ്പോ ഓന്റെ ജാലിലുള്ള ഈത്തപ്പഴ മര കാണില്ലേ. ഓൻ വലിയ ലാഭത്ത് സന്തോഷത്തിൽ ഇന്നല്ലേ. ആ ഈത്തപ്പഴ മര നേരെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഔത്തറെ ജാലിൽ പോയിട്ടുണ്ട്. കത്തഹവ്വലത് ബിൽ ഖുദ്റ ഇലാ ദാരി അബീ ദുജാന കഅന്നഹ ലം തകുൻ ഫീ ദാരിൽ മുനാഫിഖ്. അത് മുനാഫിഖ് ഔത്തിൽ ഇന്ന ഒരു അടയാളം പോലെ കാണില്ല, ഒരു വേറൊരു അടയാളം എന്തും കാണില്ല. ആ ജാഗിൽ ഒരു മര ഇല്ലാത്ത പോലെ ഉണ്ട്. ഈ മര നേരെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഔത്തുക്ക് പോയിട്ട് മാറിയിട്ടുണ്ട്. ഫതഅജ്ജബ ഗായത്തുൽ അജബ്. ഈ മുനാഫിക്ക് വലിയ സന്തോഷമായിട്ട്. ഇനിയിപ്പോ ആ മരത്തെ എടുക്കാൻ സാധ്യമില്ലല്ലോ, കാരണം അത് അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഔത്തറെ ജാലിലുണ്ട്. വഹാദിഹി മുഅ്ജിസത്ത് സയ്യിദിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വലിയ മുഅ്ജിസത്തായിട്ട്. അപ്പൊ ഏതായാലും ഞാൻ ചെന്നിട്ടുള്ള ഒരു മക്കളെ ബേത്തറുള്ള ഹറാമു കടത്താണ്ടിക്കോ ഈ അബൂ ദുജാന റളിയല്ലാഹു അൻഹു നടത്തിയെങ്കിൽ ഏറ്റവും വലിയ ശ്രദ്ധ, അത് നമുക്ക് വലിയ പാടാവണുണ്ടാണ്. ഈ സംഭവത്തിലൂടെ മഹാന്മാർ നമുക്ക് പഠിപ്പാട്ടിയുണ്ടുള്ളേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 118. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നങ്കത്ത ഹദീസ്, സ്വാലിഹീങ്ങളായ മക്ക ഉണ്ടാവണുണ്ടായെങ്കിൽ, അല്ലെങ്കിൽ മക്ക സ്വാലിഹീങ്ങളാവണുണ്ടായെങ്കിൽ, മക്കളെ കൊണ്ട് സന്തോഷം കിട്ടണുണ്ടായെങ്കിൽ അബ്ബ ഉമ്മ ചെറിയതിലെ ധാരാളം കാര്യം ശ്രദ്ധിക്കണുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിത്ത്. അങ്ങനെ അബ്ബ ഉമ്മ ശ്രദ്ധിച്ചതുകൊണ്ട് സ്വാലിഹീങ്ങളായ മഹാന്മാരായ ധാരാളം മക്കളെ സംഭവ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാവും. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ സംഭവമേ ഞങ്ങൾ എടുത്തു നോക്കിയെങ്കിൽ സുബ്ഹാനല്ലാഹ്, ചെറിയ പ്രായത്തില് ബഗ്ദാദ് ഇൽമു പഠിക്കുവാനായിട്ട് പോണു ഭർത്തായെങ്കിൽ ആ കാലത്തില് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ആ മുഹീദ്ദീൻ ഷെയ്ഖിಗೆ 80 ദിനാർ പൈസ ഇങ്ങനെ കൊടുത്തിട്ടു ഉമ്മ ചൊന്നെങ്കിത്തൊരു പലക്ക, വല്ലാത്തൊരു പലക്കായിട്ടിക്കട. ഉമ്മ ചൊല്ലെ, ഫഹാദാ വജ്ഹുൻ ലാ അറാഹു ഇലാ യൗമിൽ ഖിയാമ. ഇതൊരു വല്ലാത്ത മുഖ, ഈ മുഖത്ത് നാണ് ഖിയാമത്ത് നാളത്തോളം എനിക്ക് കാണ്ടില്ല. കാരണം ഇൽമു പഠിക്കുവാനായിട്ട് തന്റെ ഈ മോൻ യാത്ര പോയോണ്ടുണ്ട്. ഇനി ഈ മോന്റെ നാണ് കാണും ചൊല്ല ഒരു പ്രതീക്ഷയും ഇല്ല. ചെന്നിട്ട് 80 ദിനാർ ഇൽമു പഠിക്കുക മോന്റെ കയ്യിൽ കൊടുത്തിട്ട് മോണ്ടൊട്ടിಗೆ ചൊല്ല്, നീനിതാ എവിടെയും കളവ് ചൊല്ലകു തീറ, ഒരു ജാഗലും കളവ് ചൊല്ലകു തീറാന്ന് ചൊന്നിട്ട് സത്യപ്രതിജ്ഞ ആക്കുവാട്ടിട്ട് മോന്റെ കടത്തില്. അപ്പൊ ഒരു ഉമ്മ ഈ മോണ്ടൊട്ടിಗೆ കണ്ടെങ്കിത്തെ ഏറ്റവും വലിയ വിഷയം നന്റെ മോന് കളവ് ചൊല്ലകു തീറ. അത് വല്ലാത്ത വിഷയായിട്ടിക്കട്. മക്ക കളവ് ചൊല്ലുമ്പോ ഞങ്ങൾക്ക് സപ്പോർട്ട് ആക്കൂ തീറ. മക്കളെതിരില്ല ഞങ്ങമേ 100 കണക്കിൽ കളവ് ചൊല്ലെങ്കിൽ താಳ್മാറാവൂ തീറ. മക്ക കള്ളത്തനാക്കുമ്പോഴേക്ക് സപ്പോർട്ട് ആക്കൂ തീറ. ಶಾಲೆಗೆ പോയി ಬಂದಂಕಿತ್ತ മോന് ഉമ്മടൊട്ടിಗೆ ചൊല്ല, ഉമ്മ നാനതാ അപ്പുറത്തെ ഗൂഢം കെട്ട് അയാളെ പിന്നെ ഇതിരന കട്ടേൻ. അയാൾ അപ്പുറം തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നത്, നാമെല്ലാം ഭരണി കൈയിട്ടിട്ട് 2 ചോക്ലേറ്റ് എടുത്ത വന്നേൻ. അപ്പോഴാണ് ഈ ഉമ്മ മോന്റെ ഗ്രേറ്റ് ചൊന്നിട്ട് ഷബാസ് ചൊന്നിട്ട് മോന്റെ കുഞ്ചിക്ക് അല്ലെങ്കിൽ മോന്റെ മുതുക്ക് ഈ ഉമ്മ തട്ടിയാളുണ്ടായെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഈ 3 പേരിക്കൽ ഇത് നല്ല സൊറ. കക്കടക്ക് ഉമ്മയുടെ സപ്പോർട്ട് കൊണ്ട് ചെന്നിട്ട് നാളെ യാറെ കക്കുകൊണ്ട് ശ്രമിക്കണം. വലിയ കള്ളനായി മാറും. അതിലെ തുടക്ക ഈ ഉമ്മയുടെ സപ്പോർട്ടായിട്ടിരിക്കുന്നത് വലിയ ശ്രദ്ധിക്കണമെങ്കിലത്തെ വിഷയ. മക്ക സ്കൂളിൽ പോകണ്ടല്ലേ, മദ്രസക്ക് പോകണ്ടല്ലേ. അപ്പോഴാണ് വെറുതെ തിരിച്ചിട്ടായിട്ടിരിക്കും. പിറ്റേന്ന് ರಜಾ ಅರ್ಜಿ ಎಲ್ದಿ പോണ്ടാർ. ರಜಾ ಅರ್ಜಿ ಎಲ್ದಿ പോകുമ്പോ ഉമ്മമേ എഴുതിരുവേണെങ്കിൽ എന്തിരെ നന്റെ മോനുಗು കാരണം ಬಲಂತು ಅಲ್ಲ, നന്റെ മോನು തല കൊത്തിಂತು, നന്റെ മോനുಗು ಹುಷಾರಿಲ್ಲಾಂಡ್ മോനും ಒಂತುಂಡು ഉമ്മകും ಒಂತುಂಡು. ಹುಷಾರಿಲ್ಲಾಂಡ್ ಎಲ್ದಿಟ್ಟು ಕೀಲು ಉಮ್ಮಡೆ ಮೇ ಸೈನ್ ಹುಷಾರಿಲ್ಲಾಂಡ್ കളവ് ರಜಾ ಅರ್ಜಿಗೆ കളവ് സൈൻ ഉമ്മടെ. ഇത് കണ്ടെങ്കിത്ത മോനു ഈ ഉമ്മയിൽ നിന്ന് പഠിക്കണമെങ്കിൽ പാഠം എന്തരായിട്ടിക്കൂ. ഞങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെങ്കിൽ വിഷയല്ലേ.
ഞങ്ങൾ അവത്തിൽ ചിലപ്പോൾ സാധാരണ സംഭവിക്കണമെങ്കിൽ വിഷയമല്ല ഇതെല്ലാം പച്ച കളവ് ചൊന്നിട്ട് അർജി എഴുതിയിട്ട് അതിലടിക്ക് ഒപ്പു ഉമ്മ അബ്ബ ഇട്പാട്ടിനെങ്കിൽ ഒരു ദുരവസ്ഥ ഇന്ത്യ ആറായുണ്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു ഈ സംഭവം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെങ്കിൽ വിഷയം മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു സത്യമേ ചൊല്ലണമെന്ന് ചൊന്നിട്ട് ഉമ്മ വാഗ്ദാനാക്കി കടത്തരുക. അങ്ങനെയാണ് വലിയ മഹാനായി മൂപ്പർമാരുടെ മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു ഈ സംഭവം വിശദീകരിക്കരുത്. മൂപ്പരൊട്ടിಗೆ കിട്ടാൻ നിങ്ങൾ ഇത്ര വലിയ ആളായി അങ്ങനെ അലസ്വിദ് ನಾನು ಅಂದ ಕಾರ್ಯತೆ ಹೇಳ್ತಾರೆ ಸತ್ಯತ್ತ ಮೇಲು ಅಮ್ಮ ಕದಬತ್ತು ಕತ್ತು ನಾನು ഒരു കളവും മിണ്ട് തോല ചൊന്നിട്ടില്ല കളവ് ചൊല്ലു തീരാണ്ട് നക്ക് ശരിക്കും പടിപ്പാട്ടിയത് എന്റെ ഉമ്മ ആയിട്ടിക്കട് അംഫുസക്കും അഹ്ലീക്കും നാറ നിങ്ങളെ ശരീരത്തെ നിങ്ങളെ കുടുംബത്തെ സന്താനത്തെ നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കോറുണ്ടു പരിശുദ്ധ ഖുർആൻ നമുക്ക് പടിപ്പാട്ടിയത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ ധാരാളം നമുക്ക് ഇമാമിങ് ചൊന്ത നിറാറ് അതിൽ എത്രയും നമുക്ക് വിശദീകരിക്കോ സാധ്യമാവുള്ളൂ. ഞാനിപ്പോ സംക്ഷിപ്താക്കിയിട്ട് ഷാർട്ടാക്കിയിട്ട് ചൊന്നുകൊണ്ടുള്ള ഒരാൾക്ക് മങ്ങിലാവിടാട്ടി മുന്നോളൂ ഒരു മക്ക സ്വാലിഹ്യങ്ങളാവണുണ്ടായെങ്കിൽ മങ്ങിലാവിടാട്ടി മുന്നോളൂ. അതുപോലെ മങ്ങിലായാൽ പിന്നെ അതിൽ ആദ്യഘട്ടത്തിൽ പിന്നെ ജീവിതത്തെ ഉടനീളം ശ്രദ്ധിക്കണമെങ്കിൽ ധാരാളം വിഷയമുണ്ട്. അതൊന്നും വിശദീകരിക്കുക സാധ്യയില്ല. ഇപ്പൊ ആ സംക്ഷിപ്താക്കിക്കൊണ്ടുള്ള ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അത്വരീഖു ഫീ റിയാദത്തി സ്വിബിയാൻ മക്കളെ എങ്ങനെ പിന്നെ വളർത്തണമെന്ന് ചൊന്നിട്ടു അതൊക്കെ ചെമ്മ വിഷയമല്ല. ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ട് മഹാൻ ചൊല്ലു നിന്റെ കിടാവ് ആ കിടാവ് ദുനിയാവിൽ ഒരു പക്കം ഒരു തീ ഇട്ടാണ്ട് പേരിക്ക ആ തീക്ക് പോയിട്ട് നിന്റെ മോന്റെ കൈ അല്ലെങ്കിൽ കാൽ തട്ട് നിക്കിഷ്ടമില്ല ആ മോണു തീക്ക് പോളുടെ നിക്കിഷ്ടമില്ലാണ്ടായെങ്കിൽ ഏറ്റവും ശക്തമായ ദുനിയാവുടെ തീരെ എത്രമാ ഇരട്ടിക്കരട്ടിയായി ചൂടുള്ളെങ്കത്തെ തീ നരകത്തെ തീ ദുനിയാവുടെ തീയെ നരകത്തെ തീരെ കണ്ടിട്ട് അതിലെ വിഷയം കേട്ടിട്ട് പേടിക്കുന്നുണ്ട്. അങ്ങനത്തെ തീരത്തൊട്ട് നീ എപ്പോഴും ദുനിയാവുടെ തീരത്തൊട്ട് നിന്റെ മോണ്ടെ നീ കാക്കടാണ്ടായെങ്കിൽ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണ ആഖിറത്തെ തീരത്തൊട്ട് നിന്റെ മോണ്ടെ നീ കാക്കണോ. അതെങ്ങനെ ഗസാലി ഇമാം ചൊല്ലു ബഹു മോനുകു നീ അത് ഓടിപ്പാട്ടണു മോനെ നീ സംസ്കരിക്കണു മോനുകു നീ നല്ല സൽസ്വഭാവം ഓടിപ്പാട്ടി കൊടുക്കണു മോശമായ ചങ്ങായിമാരൊട്ടിಗೆ കൂടകു തീരാ മോശമായ ചങ്ങായിമാരെ ഓണ്ടെടൽ നീ തെല്ല ദൂരിട്ട് കാട്ടണു അപ്പൊ അവನು ಬೇರಿಕಡ അങ്ങനത്തെ സ്വഭാവം നല്ലതല്ല എന്ന് ചൊന്നിട്ടു സൽസ്വഭാവം ഈ മോനിലുണ്ടാവുടു. അതുപോലെ ആഡംബരവും സുഖവും സൗകര്യവും ചെമ്മ യാറാക്കി കൊടുക്കു തീരാ ചെറിയ മക്കಗೆ വലിയ ബെഡും നല്ല സുഖവും സൗകര്യവും എല്ലാം ആക്കി കൊടുത്തെങ്കിൽ ആ മക്ക അതേ സൗകര്യത്തിൽ ഇങ്ങനെ വളർന്നിട്ട് അവനുക്ക് പിന്നെ ആഡംബരമേ അവന്റെ ജീവിതം ഫുൾ ആഡംബരമാവും. അതിലെ തേടിയിട്ട് അവൻ എന്താവും അവന്റെ ആയുസ് പാഴായി പോണ്ടു അവൻ നശിച്ചു പോണ്ട ഗസാലി ഇമാം പടിപ്പാട്ട്. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും ചെറിയ പ്രായത്തിലെ കിടാവു നീ ആ കിടാവുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണു. നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണ നല്ല ദീനുള്ള ഒരു പെണ്ണിടെ മങ്ങിലാവണം. ഹലാൽ മാത്രം തിന്നിടങ്കത്തെ സ്വാലിഹത്തായ പെണ്ണിടെ മങ്ങിലാവണം. കാരണം ഹറാമിൽ നിന്നുണ്ടായെങ്കത്തെ പാല് ആ പാലില് ബർക്കത്തില്ല. മോശപ്പെട്ട പെണ്ണിട് നീ മങ്ങിലായണ്ടായെങ്കിൽ ആ പെണ്ണിട് പാല് കുടിക്കണമെങ്കത്തെ ഈ കിടാവും ഒരിക്കലും ഈ കിടാവ് നല്ലാവും സാധ്യയില്ല. ഈ കിടാവ് ഉമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടായെങ്കിൽ ഹറാമായ പാല് ഈ കിടാവുടെ ശരീരത്തിലത് പിന്നെ കളർന്നിട്ട് കിടാവുടെ പ്രകൃതി അത് ഹറാമുക ഇങ്ങനെ ബലിക്കട് മോശമായ കാര്യത്തിൽ ബലിക്കട്. അതുകൊണ്ട് നീ അതെല്ലാം ശ്രദ്ധിക്കണം. കിടാവ് എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യ കിടാവുടെ ബായിൽ ಬಂತುണ്ടായെങ്കിൽ അപ്പൊ നീ അതിരെ ഇല്ലാണ്ടാക്കണം. അത് വലിയ ഗംഭീര വിഷയാന്ന് ചൊന്നിട്ടു ആ കിടാവ് ഒന്താവണം. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നീ ശ്രദ്ധിക്കണം. എത്രത്തോളം ഗസാലി ഇമാം ധാരാളം വിശദീകരിച്ചിട്ട് ഭക്ഷണത്തെ ആർത്തി ആശ ഭയങ്കര ആശയുടെ ആർത്തിയിൽ ഭക്ഷണം ആഹാര തിന്നിറങ്ങിക്കത്തെ മക്ക ഇക്കിടാറ് അത് ആ മക്കളെ ആർത്തിയിൽ നീ നീക്കണുണ്ടാണ്. ധാരാളം തിന്നിറങ്ങിക്കത്തെ മക്കളെ ഈ കിടാവിടെ മുന്നിൽ നീ ദൂരമാണ് അവ ഈ മക്ക ಬೇರಿക്കിടുവോ അങ്ങനെ തിന്നോ തീരാണിച്ച് ഈ കിടാവ് ಬೇರಿക്കിട് ഒരു ചങ്ക ഈ കിടാവ് പണ്ട്. അപ്പൊ ഭക്ഷണത്തൊട്ടിಗೆ ആർത്തി തിന്നിരതിരൊട്ടിಗೆ കുടിക്കിടതിരൊട്ടിಗೆ ഉള്ള വലിയ ആർത്തി ആശ ആഗ്രഹ ഇല്ലാണ്ടാക്കുവാട്ടണം. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോ ആഹാരം തിന്നുമ്പോ ബലത്തെ കൈകൊണ്ട് മാത്രം തിന്നുവാട്ടണം. അതെല്ലാം അബ്ബമ്മ ശ്രദ്ധിക്കണമെങ്കിൽ വിഷയ മക്കളെ ഒട്ടിಗೆ കൂട്ടിട്ട് തിന്നാട്ടണം. എല്ലാരും ഒട്ടിಗೆ കൂടിയിട്ട് തിന്നണം. തിന്നുമ്പോ ഒരാൾ ജോറ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. കിടാവിടെ കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുവാട്ടണം. ബലത്തെ കയ്യിലെ ആഹാരം എടുക്കുമ്പോൾ ആക്കണം. അതുപോലെ ഒട്ടാരെ ഇങ്ങനെ കൈയിട്ട് തിന്നറ് മക്കൈക്കിടാറ് അതെല്ലാം ഇല്ലാണ്ടാക്കിട്ട് മുട്ടത്തെമ്മ വാങ്ങിക്കുലമിമ്മ എലി മുട്ടത്തെമ്മ തിന്നോ പടിപ്പാട്ടു. നീ അപ്പറ കൈയിടണ്ട വേറൊരാൾ കൈയിടാട്ടി മുന്നോട്ട് ഭയങ്കര അർജന്റ്ലി ഇങ്ങനെ കൈയിട്ട് തിന്നോ നോക്കണമെങ്കത്തെ മക്കൈക്കിടാറ്. അതുപോലെ ഭക്ഷണ സാധനത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കണമെങ്കത്തെ മക്കൈക്കിടാറ് അതെല്ലാം ഇല്ലാണ്ടാക്കോട്ടുണ്ട്. അതാലും എത്ര ചന്ത പടിപ്പാട്ടിയത് പോലെ തിന്നും മങ്ങളെ ശരീരത്തിൽ പിന്നെ കച്ചറാക്കിയുള്ളേ കൈ കച്ചറാക്കിയുള്ളേ വസ്ത്രം കച്ചറാക്കിയുള്ളേ അങ്ങനത്തെ അതെല്ലാം ആ ഒരു അവസ്ഥയിലെല്ലാം ഇല്ലാണ്ടാക്കണു.
ഹസാലിമാം ഇങ്ങനത്തെ കുറെ സംഭവത്തെ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ എത്രമാ പടിപാട്ടി തന്നത്. ഇതെല്ലാം മക്ക സ്വാലിഹ്യങ്ങളാവണുണ്ടായെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കണം. എനിക്കത്തെ വിഷയ ധാരാളം തിന്നിറങ്ങിയത്തെ മക്കളെ ഓണ്ടെതിരിൽ ദൂരണു. അതുപോലെ നല്ല കൊറോടി തിന്നിറങ്ങിയത്തെ സൽസ്വഭാവമുള്ളಂಕಿತ മക്കളെ നന്റെ കിടാവുടെ മുന്നോളു പോതിരി ചൊല്ലണു. അപ്പൊ ഈ കിടാവ് ಬೇರಿಕಲ ആ കിടാവുടെ സ്വഭാവം നക്ക് വേണം ചൊന്നിട്ട് ഈ കിടാവുടെ മനസ്സിൽ പണ്ട്. അതുപോലെ യുഹബ്ബിബ ഇലൈഹി മിന സിയാബിൽ ബിൽ വെളുത്ത വസ്ത്രമേ ഈ കിടാവ് ഇഷ്ടാക്കി കാട്ടണു. ഗസാലിമാം ഇത് പരിപാടി 5ാം നൂറ്റാണ്ടിലാണ് ഗസാലിമാം ഇത് പരിപാടി കൊണ്ടുള്ളത്. വെളുത്ത വസ്ത്രത്തൊട്ടിಗೆ ഒരു അകൽച്ച ദൂര ആവുടെങ്കിത്തൊരവസ്ഥ ഈ കിടാവ് ഉണ്ടാക്കൊട്ട് ಹೋಗ್ತೀರಾ. അതുപോലെ ആഡംബര വസ്ത്ര ഈ കിടാവ് നീ എടുത്തു കൊടുക്കോತೀರಾ എങ്കിൽ ആ കിടാവ് മോശപ്പെട്ട ആളായി മാറാണ്ട ഗസാലിമാം ചൊല്ലേ. ചെറിയ പ്രായത്തിലെ നീ ശ്രദ്ധിച്ചില്ല എങ്കിൽ തെള്ളു ബെല്ലിയാകുമ്പോ ഈ കിടാവുടെ സ്വഭാവ മോശാവുಡು. കിടാവ് ബെല്ലിയ കളവ് ചൊല്ലുന്ന ആളാവുಡು, അസൂയുള്ള ആളാവുಡು, കക്കടങ്കത്തെ നമീമത്ത് ചൊല്ലങ്കത്തെ എപ്പോ നോക്കി ചിരിച്ചോണ്ടിരിക്കടങ്കത്തെ അനാവശ്യ ചൊല്ലങ്കത്തെ ആളായി മാറ്. അതുകൊണ്ട് ചെറിയതിലെ നീ വലിയ ശ്രദ്ധിക്കണോ. ഗസാലിമാമാണ് ഇത് പടിപാട്ടിയുണ്ടുള്ളേ. അതുപോലെ സ്കൂളും മദ്രസ്തും നീ കടത്തണു. സ്വാലിഹീങ്ങളെ കഥ സ്വഭാവ ഘട്ടന എല്ലാം ചൊന്നു കൊടുത്തോണ്ടിരിക്കുന്നു. പണ്ടത്തെ ഉമ്മാമ്മമാരെല്ല ചൊന്ന് തന്നോണ്ടിരുന്നാർ സ്വാലിഹീങ്ങളെ കഥ, മഹാന്മാരെ സംഭവം എല്ലാം മക്കൾക്ക് ചൊന്നു കൊടുത്തോണ്ടിരുന്നാർ. ഇന്റെ ಅದಕ್ಕೆ ಪುರುಸೊತ್ತು കിട്ടിയോണ്ടില്ലേ. ഇന്ന് മക്ക കാണ്ടെങ്കും മക്കൾക്ക് ചൊന്നു കൊടുക്കണമെങ്കിലും ഏതോ ഒരു കുഞ്ഞാപ്പുട കഥമ അല്ലെങ്കിൽ ഏതോ ധാരാവാഹി അല്ലെങ്കിൽ ടിവിയിൽ വന്നെങ്കിത്ത വിഷയ ലാട്ടുപോട്ട് വിഷയ ಅಥವಾ എന്തും ഒരു നിലനിൽപ്പും ഒരു പാഠവും ഇല്ലാത്ത ബിസേജൊന്നൊരു ചിരിപ്പാട്ടിറങ്ങിക്കത്തെ ഒരു കാലത്തിലാണ് അങ്ങ് ചെയ്യിച്ചോണ്ടുള്ളേ. ഗസാലിമാം ചൊല്ലു നീന് സ്വാലിഹീങ്ങളെ കഥ ചൊന്നു കൊടുക്കണു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമത്തെ ബിസയുള്ളങ്കത്തെ പാട്ട് മക്കൾക്ക് പടിപാട്ടി കൊടുക്കണു. അല്ലാത്ത അനാവശ്യ പാട്ട് കേൾക്കുക മക്കൾ ഒരിക്കലും നീ ಬಿಡುವು തീര. അതുപോലെ അത്യാഗ്രഹ ಅದೆಲ್ಲ വെറും മോശപ്പെട്ട സംഗതിയും ചൊന്നിട്ടു മക്കൾക്ക് നീ എപ്പോഴും പടിപ്പാട്ടി കൊടുക്കണു. അത് നായുടെ സ്വഭാവമാണ് ചൊന്നിട്ടും നീ മക്കൾക്ക് പടിപ്പാട്ടി കൊടുക്കണു. അതുപോലെ ആൾമാരെ മുന്നിൽ ബായി പളക്കവും കിടാവിടെ ബുടവ് തീര ബായി ഇങ്ങനെ ജോറ് പളക്കിടങ്കത്തെ ആൾമാരിക്കിടാറ്. അതുപോലെ തുപ്പിയൊണ്ടിക്കിടങ്കത്തെ മക്കളെ കൂട്ടത്തിൽ നിന്റെ മോണ്ടെ നീ പെടുത്തൊക്കെ തീര. അതുപോലെ താടിരടിക്ക് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ വെക്കിടങ്കത്തെ ഒരു സ്വഭാവം ഉണ്ട് ബുടവ് തീര. തലക്ക് കൈവച്ചിരുന്ന പാട്ട് തീര മക്ക അതെല്ലാവരും മടിയന്മാരുടെ സ്വഭാവം ഉണ്ടാണ്. കാലിലെ മേൽ കാലിരിപ്പാട്ടിട്ട് മക്ക കിടാവ് തെച്ചിട്ടുണ്ടെങ്കിൽ അത് നീ അപ്പ എതിർക്കണു. അതുപോലെ അൽമൻ കസറത്തിൽ കലാം കുറെ മുണ്ട കൂടവ് തീര എപ്പോ നോക്കിയോ മുണ്ടിയോണ്ടിക്കಡೆ എങ്ങനെ ദെക്കണുಂಟು നീ കിടാവ് കൂടിപ്പാട്ടണു. ഗസാലിമാം ചൊല്ലു ചെമ്മ തിന്നു കൂടവ് തീര. അതുപോലെ തന്നെ എല്ലാ വിഷയവും അതുപോലെ അപ്പപ്പ സത്യ ഇടറെങ്കിത്തൊരു സ്വഭാവം. ഒരാൾ വല്ലാഹി വല്ലാഹി ചൊന്നുകൊണ്ടിരിക്കാറ് അതിനെ നീൻ ഒരിക്കലും മക്കൾക്ക് പടിപ്പാട്ട് തീര അപ്പപ്പ സത്യ ഇടവ് തീരാൻ ചൊന്നിട്ട് എന്താക്കണു മക്കൾക്ക് പടിപ്പാട്ടി കൊടുക്കണു. മോശമായ ചങ്ങായിമാരെ ഒട്ടിಗೆ കൂടുകയും ഈ മക്കൾ എന്താക്കൂ തീര നീ ഒരിക്കലും ബുടുകു തീരാണ്ട് ഗസാലിമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പടിപ്പാട്ടി. അതുപോലെ എല്ലാ സമയത്തും നീ ആക്ഷേപിച്ചോണ്ടിരിക്കോ തീര തൂരിയോണ്ടിരിക്കോ തീര. അതുപോലെ മക്കളെ ആക്ഷേപിച്ചോണ്ടിരിക്കടെ അങ്ങനെയുള്ള ആക്കോ തീര. അബ്ബടെ ബഹുമാന ഉമ്മ മക്കൾക്ക് ചൊന്നു കൊടുക്കണു. അത് ഉമ്മടെ ആദരിക്കണു, ഉമ്മക്ക് സ്നേഹം കൊടുക്കണം ചെന്നിട്ട് അബ്ബ മക്കൾക്ക് പടിപ്പാട്ടി കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെ പരസ്പര സഹകരണ അബ്ബ ഉമ്മറത് ഉണ്ടാവുമ്പോഴാണ് ഒരു കിടാവ് നല്ല കിടാവായിട്ട് മാറുന്നത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലത്തെ മഹാന്മാർ നമുക്ക് വ്യക്തമായിട്ട് പടിപ്പാട്ടി തന്നിരാറ്. അതുപോലെ എപ്പോഴും ശുദ്ധിലിക്കും മക്കൾക്ക് നങ്ങ പിന്നെ ശ്രദ്ധിക്കണം. മക്കെപ്പോഴും ശുദ്ധിയിലേക്കണം, ഉളു എടുപ്പാട്ടിട്ട് വെക്കണം. അതുപോലെ നിസ്കരിപ്പാട്ടണം. ജാവ് കിടക്കുമ്പോ അങ്ങനെ ദിക്റ് മക്കൾക്ക് നങ്ങ ചൊന്നു കൊടുക്കണം. ഒട്ടാരെ മക്കളെ ഉറക്കടല്ല ആ മക്കൾക്ക് നല്ല സ്വലാത്തും ബിസ്മിയും അതെല്ലാം ചൊന്നു കൊടുപ്പാട്ടണം. അതുപോലെ എപ്പോഴും മക്കളെ വായിൽ സ്വലാത്ത് വേണ്ടെങ്കിൽ ഒരു നല്ലൊരു അവസ്ഥ മക്കളൊട്ടിಗೆ ഉണ്ടാക്കണം. നിരന്തരമായി കളിച്ചിട്ട് ആയുസ് തീർക്കണമെങ്കിൽ ഒരു അവസ്ഥ മക്കളൊട്ടിಗೆ പറഞ്ഞു ബുടുകെ തീര അത് ശരിയല്ലേ ശ്രദ്ധിക്കണുണ്ടാണ് മഹാന്മാർ നമുക്ക് പടിപ്പാട്ടിയുണ്ടുള്ളേ. അപ്പൊ ഇങ്ങനത്തെ ശ്രദ്ധിക്കണ എനിക്കത്തെ 100 വിഷയെല്ലാം ഉണ്ട്. എത്രത്തോളം അത് പടിപ്പാട്ടറാണ് ചെന്നത് സുബ്ഹാനല്ലാഹ്. ഇമാം സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം കണ്ട്. ഇമാം തഖിയുദ്ദീൻ സുബുക്കി ബാപ്പ അയാളെ മോനാണ് താജുദ്ദീൻ സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി. മോന് ചൊല്ലു ഞാൻ ഒരു നാൾ ഞങ്ങൾ ഔത്തുൽ തെച്ചോണ്ടിരിക്കുമ്പോ ഒരു കൽബ് വന്ന് നായ. അപ്പൊ നാ ചെന്ന് ഇഹ്സ കൽബബന കൽബുടെ മോന് കൽബെ നീ മോശാവും എന്തൊരു മോശാണ് ചൊന്ന ನಾನು കൽബുടെ മോൻ കൽബ്. അപ്പൊ നന്റെ ബാപ്പ അവിടെ ಇಂತು ബാപ്പ ಜೋರಾಕಿತ್ತು സുബ്ഹാനല്ലാഹ്. അപ്പൊ നാ ചെന്ന് അലൈസ ഹുവ കൽബബന കൽബ്. പാപ്പ ഞാനിപ്പോ ചൊന്ന തപ്പായി പോയിത്താ ഞാൻ കേട്ട. കാരണം ആ പോയതൊരു കൽബല്ലേ, നായല്ലേ, അത് വേറൊരു നായുടെ മോനെ അല്ലേ. ഈ നടന്നുകൊണ്ട് പോയുള്ള നായ അതൊരു അബ്ബ വേറൊരു നായമല്ലേ. അപ്പൊ നാ ചെന്നത് ശരിയല്ലേ, അല്ലെങ്കിൽ ഒരു നായ പെണ്ണൊരു ഒരു നായിന്റെ മോളയല്ലേ അത്. അപ്പൊ നാ ചെന്നത് ശരിയല്ലേ, നാ ചെന്നത് തപ്പുണ്ടാണ് കേട്ടതാണ്. അപ്പോഴാണ് ബാപ്പ ചൊല്ലു ഷർത്തുൽ ജവാസി അത് മൊക്കസ്തിത്താഹി. നീ ചൊന്നത് ഒരു നിസാരപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ നീ ചൊന്നെ.
ഒരു കൽബൻ നായെന്ന് ചൊന്നൊരു നിസാറാക്കി നീ വിളിച്ചേ അത് തീരാ. അപ്പൊ ഒരു നായിടെ പോലും നിസാറാക്കുക തീരാന്ന് ചൊന്നിട്ടു മക്കൾക്ക് അതബാണോടെ ഇമാം താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പാറ്റിക്കൊണ്ടുള്ളേ. ആ കാരണത്തിൽ ഈ മോന് ലോക പ്രശസ്തനായ വലിയ ആലിമായി മാറിച്ചു. അപ്പൊ അങ്ങനെ സ്വാലിഹീങ്ങ അങ്ങളെ മക്കളെ ഏത് രൂപത്തിൽ വളർത്തിരന്ന് ചൊന്നിട്ടു ഞങ്ങ അത് ഇസ്ലാമിക് ഗ്രന്ഥ കിതാബെല്ലാം നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അത് കാണുവാൻ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞങ്ങളെ മക്ക സത്യം ನೀರು ಮಾತ್ರ ಚೊಳ್ಳೆಂಗೆ ತಾಳ್ಮಾರಾವಣು ಅದು ನಂಗೆ ಚೊಲ್ಲಗು ವೃದ್ಧಿ ಚೊಲ್ಲಗುಲ್ಲ ಸುಲಭ അത് പ്രാക്ടിക്കൽ ആയിട്ട് കാണിക്കുകയും അത് എടുത്ത പറഞ്ഞു ഭാരി കഷ്ടമാണ്. അതുകൊണ്ട് ചെറിയലെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഏറ്റവും കൂടുതൽ അള്ളാഹുടൊട്ടിക്ക് ദ്വാർന്നുകൊണ്ട് വേണം റബ്ബെ എന്റെ മക്കളെ നീ സ്വാലിഹ്യങ്ങളാക്കണം. ഞാൻ ചെന്ന പോലെ കേൾക്കലത്തെ അവസ്ഥക്ക് നീ ഞങ്ങളെ എത്തുവാട്ടണം. ഞങ്ങൾക്ക് നല്ല സംസ്കാര നീ പഠിപ്പാട്ടണം ചെന്നിട്ട് അള്ളാഹുടൊട്ടിക്ക് ദ്വാർക്കണം. ಅದರೊಟ್ಟಿಗೆ ഞങ്ങ മാതരിയോഗ്യ പുരുഷന്മാരാവണം, മാതരിയോഗ്യ ഉമ്മമാരാവണം. ഞങ്ങളെ കണ്ടിട്ടാണ് ആ മക്ക പഠിക്കണായെ. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ പാഠശാലയായ ഉമ്മ അബ്ബ അവ ಪರಿಸರ ಎಲ್ಲ ಹರಾಮಡ തൊട്ട് മുക്തായിട്ട് വേണം. അനാവശ്യ ഔത്തിൽ ഇക്കോಗುತ್ತೀರ. അതുപോലെ അനൈതികತೆಗೆ സപ്പോർട്ട് ആവടಂಕೆತ್ತ ഒരു സംഗതി മൗത്രൊൾಗ ഇക്കോಗುತ್ತೀರ. ഔത്തിൽ എപ്പോഴും ഖുർആൻ ഓദರಂಕೆತ್ತ അബ്ബ ഉമ്മ വേണം. അതുപോലെ സ്വലാത്ത് ചൊല്ലಂಕೆತ್ತ അബ്ബ ഉമ്മ വേണം. എപ്പം 4 വർക്കെങ്കിലും ഖുർആൻ ഞങ്ങൾ മറിച്ചിട്ട് നോക്കണം. അതുപോലെ സ്വാലിഹീങ്ങളെ മധുഹും അങ്ങനെ ബൈത്തും ഞങ്ങളെ ഔത്തിൽ ഇങ്ങനെ കേട്ടോണ്ട് വേണം. അതുപോലെ സ്വാലിഹീങ്ങളായ നല്ല നല്ല ഉസ്താദുമാരുടെ ഞങ്ങളെ വഴലും പ്രസംഗങ്ങളിലേക്ക് അത് വെച്ചിട്ട് മക്കൾക്ക് അപ്പുറം കേപ്പാട്ടണം. അതുപോലെ ബുർദയ്ക്കട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മത് അത് വെച്ചിട്ടാണ് മക്കൾക്ക് കേപ്പാട്ടണം. അല്ലാണ്ട് ഏതോ മ്യൂസിക്കിടെ പിക്ചറുടെ പാട്ടും അതുപോലെ ബാക്കി കഥയും എല്ലാം ചെന്നിട്ട് ആയുസ് തീർത്തിട്ട് മക്കളെ അത് കാട്ടിട്ട് ചിരിക്കടെ ചിരിപ്പാട്ടെ ഇങ്ങനത്തെ അവസ്ഥയാണ് ഇന്ത്യ ആറായിട്ടുള്ളത്. സമ്പത്തി ആറാവുമ്പോ മനുഷ്യരുടെ അതവും സംസ്കാരവും അതെല്ലാം തകർന്നുകൊണ്ടുണ്ട്. ഏതോ ഒരു പ്രാണിരാട്ടി അപ്പുറ ബൽഹും അലല്ലും ഖുർആൻ ചെന്ന പോലെ മൃഗത്താട്ടി അപ്പുറത്തെ ഒരു സംസ്കാരത്തും ജീവിതത്തിലാണ് മനുഷ്യന്റെ പോയോണ്ടുള്ളത്. ഈ സമയത്തിൽ ഞങ്ങ ബടക്കാവുമ്പോ ഞങ്ങളാട്ടി അപ്പുറ ബടക്ക് ഞങ്ങളെ മക്കാവിടാറ്. അതുകൊണ്ട് ഭാരി ഞങ്ങൾ ജാഗ്രത ആക്കണായ ശ്രദ്ധിക്കണായെത്തൊരു വിഷയ ഞങ്ങ എപ്പോഴും സ്വാലിഹ്യങ്ങളായിട്ട് വേണം. ഞങ്ങളെ മക്ക ഞങ്ങളെ കാരണത്തിൽ നല്ലാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ഈ വിഷയത്തിൽ കുറെ ധാരാളം നിങ്ങൾക്ക് ചെല്ലകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് പിന്നീട് അവർക്ക് വിശദീകരിക്കാം. പെണ്ണുങ്ങളെ മങ്ങിലാവുമ്പോ ശ്രദ്ധിക്കണം എനിക്കത്തെ വിഷയം. ഒരു കിടാവ് സ്വാലിഹ് ആവണുണ്ടായെങ്കിൽ 100 വിഷയം നിങ്ങൾക്ക് ശ്രദ്ധിക്കുകൊണ്ട് അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നിரு. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് ലോകത്തുണ്ടാവടಕ್ಕೆ ഏറ്റവും വലിയ സന്തോഷ നന്റെ മോണു അവനൊരു സ്വാലിഹായിട്ട് നക്ക് കാണണം. അവനെ കൊണ്ട് നക്കൊരു കുറത്തു അയിനുണ്ടാവണം. കൺകുളിർക്ക് സന്തോഷിക്കണമെങ്കിൽ ഉണ്ടായെങ്കിൽ നന്റെ ഒട്ടിಗೆ 5 പൈസ ഇല്ലെങ്കിലും ತೊಂದರೆಯಿಲ್ಲ. ನಾನು എത്ര ബുദ്ധിമുട്ടിയെങ്കിലും ತೊಂದರೆಯಿಲ್ಲ. എത്ര കഷ്ടപ്പെട്ടു നന്റെ മക്കളെ നാം വളർത്തിയെങ്കിലും ತೊಂದರೆಯಿಲ್ಲ. അൽഹംദുലില്ലാ നന്റെ മക്ക സ്വാലിഹീങ്ങളായിടാറ്. നാ ചെന്ന പോലെ അങ്ങ് കേൾക്കിടാറ്. അങ്ങ് ശരിക്കും പള്ളിക്ക് പോണ്ടാറ്, മദ്രസക്ക് പോണ്ടാറ്, അങ്ങ് ദീനിയായ കാര്യത്തൊട്ടിಗೆ ബന്ധപ്പെട്ടുകൊണ്ടുള്ളാറ്. അപ്പൊ നക്ക് വലിയ സന്തോഷ. പള്ളിയിൽ ഹദ്ദാദ് നടക്കുമ്പോ നന്റെ മക്കളപ്പുറ കടത്തണം. അതുപോലെ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ നന്റെ മക്കളപ്പുറ കടത്തുന്നൊക്കെ സാധ്യമാവണം. പള്ളിയിൽ സ്വലാത്ത് നടക്കുമ്പോ ഞങ്ങൾ കടത്തണം. എന്നിട്ട് മക്കളൊട്ടിಗೆ ഞങ്ങൾ അന്വേഷിക്കണം എങ്ങനെ ഹദ്ദാദിന്ത 6 ഹദ്ദാദ് എടുത്തിട്ട് വെറുതെ എങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വേണം. അതുപോലെ പള്ളിയിൽ വയലിന്ത എന്തൊരു ചൊന്തു ഉസ്താദ് ഇങ്ങനെ ചൊന്നിട്ടു നിരന്തരമായിട്ടൊരു ദീനിയായ സമ്പർക്ക ദീനിയായ ഒരു കണക്ഷൻ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ ആ രൂപത്തിലുള്ള ഒരു ചുറ്റുപാടില് ആ രൂപത്തിലുള്ള ഒരു വാതാവരണത്തിൽ മക്കളെ ഞങ്ങൾ ആ രൂപത്തിൽ കൊണ്ടുവന്നുണ്ടായെങ്കിൽ ഇൻഷാ അല്ലാ അത് നമുക്ക് ഏറ്റവും വലിയ സമ്പത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ಅದಕ್ಕೆ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്വാലിഹായ ഒരു കിടാവ് ഉണ്ടായെങ്കിൽ ലോകത്ത് ജമ്മ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു 10 മക്ക ഒരാൾ കൊണ്ടു ബാപ്പ വലിയ റൗഡി പാപ്പടായിട്ട് വലിയ റൗഡിമാരാണ് ഈ മക്ക ഉണ്ടായെങ്കിൽ അത് എത്ര വലിയ മോശപ്പെട്ട ഒരു അവസ്ഥ ആയിട്ടിരിക്കും. ഈ മക്കമേ സ്വാലിഹീങ്ങളായെങ്കിൽ എത്ര വലിയ സന്തോഷ. ഈ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമല്ല ആ മക്ക സ്വാലിഹീങ്ങളാകുവാനായിട്ട് മക്കളെ കാര്യത്തെ എത്ര വലിയ ശ്രദ്ധ കാട്ടിയോണ്ടിണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം ചെന്നല്ലേ എനക്ക് കിനാവ് കണ്ടിട്ട് ഇങ്ങനെ ചെന്നപ്പ ബാപ്പ ചെന്നಂದ್ರೆ നീ ಯಾರೊಟ್ಟಿಗೆ ഇത് ചെന്ന് ചൊല്ലൊക്കെ പോയിരുന്ന അങ്ങും പ്രശ്നമാവും നിക്കും ഇത് പ്രശ്നമാവും. അതുകൊണ്ട് നീ ഇത് ജാഗ്രത ആക്കിയുള്ളതുകൊണ്ട് ബാപ്പ പിന്നെ മോണ്ടൊട്ടിಗೆ ആ ಬುನಯ್ಯ ലാ തഖ്സുസ് റുഇയാക അലാ ഇഖ്വതിക എന്ന് ചെന്നിട്ടു യാക്കൂബ് നബി അലൈഹി സ്വലാം മോണ്ടൊട്ടിಗೆ ചൊല്ലു. അതുപോലെ മക്കളൊട്ടിಗೆ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ മക്കളൊട്ടിಗೆ ഒരു നാൾ ഇങ്ങനെ ചൊല്ലു. നിങ്ങൾ ഒരേ ഡോറിലെ പോണു കുത്തിര വ്യത്യസ്ത ഡോറിലെ പോറു നിങ്ങൾക്ക് അത് കണ്ണു ബാധിക്കും ചെന്നിട്ട് മക്കളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കരുത്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഹാജറാബിയുടെയും മോൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിയുടെ മക്കത്ത് കൊണ്ടുപോയി ആക്കിയപ്പോൾ ദ്വാരം നിങ്ങൾക്ക് ഒരു ദുആ ഉണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ ഫജ്അൽ അഫീദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം
വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. റബ്ബേ, നിന്റെ ഈ സന്താനത്തില ആറുമാറുമില്ലാത്ത ജാഗിൽ ഒരു കൃഷിയും തന്നെയും എന്തും ഇല്ലാത്ത ജാഗിൽ നീ ഞാൻ വിട്ടുപോയിട്ടുള്ള നിന്റെ ബൈത്തിരെ മുട്ട കാബാലയത്തെ മുട്ട എന്തിക്കുവാനായിട്ട്? അങ്ങോടെ ബിൽഡിംഗ് ഉണ്ടാക്കുവാനായിട്ടല്ല, അങ്ങോടെ കൃഷി ഉണ്ടാക്കുവാനായിട്ടല്ല, അതിലൂടെ വലിയ കോട്യാധിപതിമാർ ആവുവാനായിട്ടല്ല. അങ്ങ് എന്തിക്ക്? റബ്ബനാ ലിയുഖീമുസ്സല, അങ്ങോടെ നിസ്കാരം നിലനിർത്തണം. നിസ്കാരം നിലനിർത്തണമെങ്കിൽ ഒരു തലമുറ ഇങ്ങളിലൂടെ അവിടെ ഉണ്ടാവണം. അതുക്ക് വേനായിട്ട് നിന്റെ സന്താനത്തെ ഞാൻ ഇവിടെ വിട്ടുപോയോണ്ടുള്ള. അതുകൊണ്ട് നിന്റെ മക്ക, നിന്റെ ഈ കിടാവു ആ കിടാവ് നിസ്കരിക്കണം. ആ കിടാവിലൂടെ ബണ്ടെങ്കെത്ത പരമ്പരയുടെ ആൾമാരെല്ലാം നിസ്കരിക്കണം. നിന്റെ ബോധമുള്ളെങ്കെത്ത ആൾമാരായി മാറണം ചൊല്ലെങ്കെത്തെ വലിയ ചിന്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ മനസ്സിലുണ്ട്. ആ ദുആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമോട് നടത്തൽ. അതുകൊണ്ട് മക്ക സ്വാലിഹ്യങ്ങൾ അവരുടെ ഏറ്റവും വലിയ വിഷയമായിട്ട് ഇരിയോ അല്ല 50 മക്ക ഒരാൾ കൊണ്ട് ഒന്നും ലെവലേ ഇല്ലാത്തതുണ്ടായെങ്കിൽ ഏറ്റവും വലിയ ദുഃഖമല്ലത്. അതേ സമയത്ത് ഒരു കിടാവുണ്ട്, ആ കിടാവ് നല്ല സ്വാലിഹായ കിടാവ് ഉണ്ടായെങ്കിൽ എത്ര വലിയ സന്തോഷം. ഖസാനത്ത് ചെന്ന പോലെ ഒബ്നുൻ റഷീദുൻ അലാ 20 മിൻ വലദി ബുൽഹിൻ ഗബിയ്യിൻ ഫിദ്ദുനിയ ലക്കൽ ഫദ്ലു. ഇരിയോ മക്ക ഉള്ളതിരാട്ടി ഒരു നല്ല റഷീദായ ഒരു കിടാവുണ്ട്. ഇരിയോ മക്ക ഉള്ളാർ അങ്ങ് വെറും തമ്മാടിങ്ങ ബോളന്മാർ എന്ത് ചൊന്ന പോലെ കേൾക്കില്ല. അങ്ങനത്തെ ഇരിയോ മക്ക ഒരാൾ കൊണ്ടു. പിന്നെ ഒരാൾക്ക് ഒരേ കിടാവുള്ള, ആ കിടാവ് നല്ല ബോധമുള്ള കിടാവ് എങ്കിൽ ഈ ഇരിയോ ആൾമാരാട്ടി ഉഷാറ് ഈ ഒരു കിടാവ് മയ്യി. മന്നഫ്ഉ ഫീ ഉൽദി ഖിൻസീരിൻ വഇൻ കസുറത് കഫാ മിൻ ഔലാദി ഫീലിൻ വാഹിദുൻ ജദിലു. മഹാനൊരു ഉദാഹരണം ചൊന്തു. ഖിൻസീർ ചെന്ന പന്നി തൊട്ടൻ കൽകൊണു. ആ പന്നിക്ക് ചെമ്മ മക്ക ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാ? എത്ര മക്ക ഉണ്ടായിട്ട് ഉപകാരം ഉണ്ടാ? അതേ സമയത്ത് ആനയുടെ മോൻ ഒന്നിന്നങ്ങ് മയ്യുണ്ട്. ഈ എല്ലത്തെ എടുക്കുക, ഈ ആനയുടെ ഒരു മോന് മൈ. ആനക്ക് ഒരു കിടാവേ ഉള്ളേ എങ്കിൽ അത് മെയ് ധാരാളം. അതേ സമയത്ത് ഈ ഹിൻസീർക്ക് 50 100 മക്ക ഉണ്ടായിട്ട് ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ടാണ് സ്വാലിഹായ നല്ല ഒരു കിടാവ് ഉണ്ടാവുന്നത് ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മക്കളെല്ലാം ബദരീങ്ങളെ ബർക്കത്തുണ്ട്, മഹാന്മാരെ ബർക്കത്തുണ്ട്, സ്വാലിഹീങ്ങളെ ബർക്കത്തുണ്ട്, സ്വാലിഹീങ്ങളാക്കി തരട്ട്. ഞങ്ങളെയും ഞങ്ങളെ ഭാര്യമാരെയും ഞങ്ങളെ അബ്ബ ഉമ്മടെ ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന മക്കളെ തന്റെ മക്കളെ എല്ലാം നല്ല സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ദുനിയാവിലും ആഖിറത്തിലും അങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഖുർറത്തൈനുണ്ടായിട്ട് അങ്ങളെ കാരണത്തിൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു നല്ല അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.